മോർണിംഗ്. സോ ദേ 5 മണിക്ക് എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ക്ഷീണം മാറാൻ വേണ്ടി ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൈറോയിഡിൻ്റെ മരുന്ന് 6 o'clock കേട്ടോ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനി മോർണിംഗ് വാക്കിന് ഒരു 1 hour എക്സസൈസ് ചെയ്യുക. ഫാസ്റ്റിംഗ് ആണ് കേട്ടോ. 1 hour ഫുഡോ വെള്ളം പച്ചവെള്ളം ഒന്നുമില്ല കേട്ടോ. അതായത് ചായ ഒന്നും കുടിക്കാതെ ഒരു 1 hour വാക്കിങ്ങിന് പോവുക കേട്ടോ. അപ്പോൾ ഇത് 1 hour വാക്കിങ്ങിനായിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. വാക്കിംഗ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. 6:23 ആയിട്ടുണ്ട്. ഇനി ഒരു 7 o'clock വരെ, അതായത് വെയിൽ വരുന്നവരെയും വാക്കിംഗ് തന്നെയായിരിക്കും കേട്ടോ. അതായത് ഫാസ്റ്റിംഗ് ആണ്. ഫുഡില്ല, പച്ചവെള്ളമില്ല, ആൻഡ് നോ ടീ, നോ കോഫി, നോ ഫുഡ്, നത്തിങ്. അപ്പോൾ 1 hour ഫാസ്റ്റിംഗ് ആണ്. അതിനുശേഷം ഫ്രഷ് ആയിട്ട് കുറച്ച് വർക്കുകളുണ്ട്, പെൻഡിങ് വർക്ക്സ് ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് ഇനി മെല്ലെ ഒന്ന് അമ്പലത്തിലോട്ട് പോകണം കേട്ടോ. 7 മണി ആവാറായിട്ട് എൻ്റെ ഫാസ്റ്റിംഗ് ടൈം കഴിയാറായി. ഇനി കുറച്ച് ചെറിയൊരു ഹാൻഡ് എക്സസൈസ് കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. അതായത് മുറ്റമടിക്കുക കേട്ടോ. കാലത്തെണിച്ചിട്ട് നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റമൊക്കെ അടിച്ചതിന് ബോൺസൊക്കെ നല്ല സ്ട്രോങ് ആവും കേട്ടോ. അപ്പോൾ ഇനി ഒരു വാക്കിംഗ് കൂടി അപ്പുറത്തൂടെ നടന്ന് ഇങ്ങോട്ട് പോയി വന്നിട്ട് ഒന്ന് മുറ്റമടിക്കട്ടെ കേട്ടോ. അപ്പോൾ അതിനുശേഷം കാണാം കേട്ടോ. എന്നിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാം. ഇതേ ഫ്രഷായി വന്നു കേട്ടോ. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതില്ലേ, എനിക്ക് കുറച്ച് ഹോം സിക്നെസ് ഉള്ള ആളാട്ടോ. അതായത് പണ്ട് മുതലേ ഭയങ്കര ഹോം സിക്നെസ് കൂടുതൽ. അതായത് പണ്ടൊന്നും ഒരിക്കലും അമ്മ അച്ഛൻ അവരൊന്നും വിട്ടിങ്ങനെ വേറെ ഇരിക്കില്ല. അതുകൊണ്ട് സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും വീട് കോളേജ് വീട് സ്കൂൾ അങ്ങനെ ഇരുന്ന ഒരാളാട്ടോ ഞാൻ. ഞാനാണ് ഇവിടെ വന്ന് 1 year ഈ പരിസരത്ത്, വീടുകളില്ലാത്ത പരിസരത്ത്, ഏകദേശം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ 1 year ഇരുന്നപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഹോസ്റ്റൽ ലൈഫിൻ്റെ ഒരു ഫീൽ തന്നെയാണ് റിയലി വരുന്നത് കേട്ടോ. അതായത് ഈ നമുക്ക് ഹോസ്റ്റലിൽ പോകുമ്പോൾ എനിക്ക് ഹോസ്റ്റൽ ലൈഫൊന്നും എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും പറയാം, നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. അതുപോലെ ഇവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അമ്മ അച്ഛൻ, അതൊക്കെ ഒരു ഹോസ്റ്റൽ മെയ്റ്റ്സ് പോലെ കേട്ടോ എനിക്ക് തോന്നുന്നു. പക്ഷെ അവരോടും എനിക്ക് നല്ല സ്നേഹം കേട്ടോ. പക്ഷെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന എൻ്റെ പി കുഞ്ചു, അവരും എനിക്ക് ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ എൻ്റെ ഹോസ്റ്റൽ ലൈഫിൻ്റെ 2nd year ഇത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹോസ്റ്റൽ ലൈഫ് ഇൻ ദ സെൻസ് ഇത് ഒരുപാട് മാരീഡ് വുമണിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഹോസ്റ്റൽ അതായത് വീട് വിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ, ഇവിടെയല്ല, നിങ്ങളുടെ ഹസ്സിൻ്റെ വീട്ടിലൊക്കെ വന്നിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഐ എം എൻജോയിങ് ദിസ് ഹോസ്റ്റൽ ലൈഫ്. ആൻഡ് വിഷുവിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിയട്ടെ കേട്ടോ. എന്നിട്ട് ഇത് ഒരു ലോങ് വ്ളോഗാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. അത് കുക്കിംഗ് ഉണ്ട്, സോയാബീൻ്റെ കറി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ചോറ്, മോര്, കുറച്ച് മത്തൻ കറിയാണ്. ഇത് കഴിച്ചിട്ട് വരാം. എൻ്റെ കുറച്ചേ കഴിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് ബാക്കി വെച്ചിട്ട് പോയതാണ്. പ്ലേറ്റെല്ലാം ഞാനാണ് കേട്ടോ കഴുകുന്നത്. എനിക്കിത് കാണുമ്പോൾ മലയാളത്തിൽ പുതുതായിട്ട് ഈയിടെ 2025 റിലീസായ കുറച്ച് പാട്ടുകളുണ്ട്, അതാണ് ഓർമ്മ. ലഞ്ചിനുള്ള കറി റെഡിയാക്കാൻ പോവുക കേട്ടോ. സോ സോയാബീനാണ്. ആദ്യം അത് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ക്യാമറയിൽ കറക്റ്റായി കാണുന്നുണ്ടോ എന്ന് അറിയില്ല. വെള്ളം പുറത്തേക്ക് പോയി. ഇതൊന്ന് നന്നായി സ്ക്വീസ് ചെയ്തിട്ട് വെളിയിലോട്ട് എടുത്ത് വെക്കട്ടെ കേട്ടോ. അതിനുശേഷം കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഡാർക്ക് സോസ് വെച്ചിട്ട് ഒരു സോയാബീൻ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാരും അനുകരിക്കരുത് എന്ന് ഞാൻ എന്നും എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ പറയാൻ പോവുക. ഇത് ഇന്നലെ എനിക്ക് ബ്രദർ അയച്ചെന്നൊരു റീൽ ഉണ്ടായിരുന്നു. അതിൽ നോക്കിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. പരീക്ഷണം ജയിക്കോ തോൽക്കോ എന്നറിയില്ല, എന്തായാലും ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോയാ സോസും പിന്നെ കുറച്ച് പൊടികളും ഈ ഉള്ളി, തക്കാളി, സോയാബീൻ സോക്ക് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിന് ചൂടാക്കാനായിട്ട് പോവുകയാണ്. സ്പീഡിൽ ചെയ്യാം കേട്ടോ. ബോറടിക്കാതിരിക്കാനാണ് സ്പീഡ് കൂട്ടുന്നത്. ഇടയിൽ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസകരമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുക്കിംഗ് വീഡിയോസ് പെട്ടെന്ന് റീച്ച് കിട്ടുന്ന സംഭവങ്ങളായി ഇഷ്ടം. എന്നെക്കാളും നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കുറെ വ്ളോഗേഴ്സിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഷോർട്സിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ചെയ്യാം കേട്ടോ. പാൻ ചൂടായതിനു ശേഷം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുന്നത്, എണ്ണ കുറച്ച് കട്ടാക്കുക കേട്ടോ. ഞാൻ ഡയറ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് എണ്ണ കട്ടാക്കുക. പിന്നെ സോയാബീൻ ഇല്ലേ, എല്ലാ ദിവസവും കഴിക്കുന്നത് ഹെൽത്തി അല്ല, ബേബി ഫുഡ് പോലെ കഴിച്ചോളൂ കേട്ടോ. അതാട്ടോ നല്ലത്. കാരണം ഹെൽത്തി ഫുഡ് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടിയാലും BP ലെവലാക്കാം. പക്ഷെ എരിവ് മധുരം കറക്റ്റായിട്ട് പോകണം കേട്ടോ. സോ ഇത് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അത് പൊട്ടുന്ന സൗണ്ട് കുറച്ച് ഞാൻ കേൾക്കും കേട്ടോ. ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വന്നേ.
അതായത് ഒരിക്കൽ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ അടുക്കളയിൽ കുക്കിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഷമാമിന്റെ ജ്യൂസ് ഉണ്ടാക്കാൻ. ഇവൻ എന്നെ സമ്മതിക്കുന്ന പോലുമില്ല ഉണ്ടാക്കാൻ. ലാസ്റ്റ് അടിയായിട്ട് ഞാൻ വെളിയിൽ പോയിരുന്നു. എന്നാ ചേച്ചി ഈ ജ്യൂസ് അത് കുടിച്ചു നോക്കിയപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ റിസൾട്ടാണ്. ഇതുപോലൊരു ഷമാം ജ്യൂസ് ഞാൻ ഇന്നേ വരെ ഒരു ഹോട്ടലിൽ കുടിച്ചില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പൊ ഇന്നലെ അയച്ച റീല് ഇവൻ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ സോയാബീൻ്റെ റെസിപ്പി. അപ്പൊ ഇതൊന്നും കൂടെ നോക്കട്ടെ. അപ്പൊ അത് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇടുക കേട്ടോ. ഇനി അത് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. പക്ഷെ ഫോൺ നല്ല ചൂടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ക്ലോസ് ആയി കാണിക്കാതിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ആദ്യം ചട്ടി കാണിക്കുക, ദെൻ ക്ലോസ് ആയി കാണിക്കുക. ഇപ്പൊ ഏകദേശം വ്യൂ കിട്ടുന്നുണ്ട്. ഉള്ളി ഇട്ടത് കണ്ടിട്ടുണ്ട്. ഈ ഉള്ളി നമ്മള് പക്കടി ഞാൻ പിടിക്കുന്നില്ല. അവിടെ ഓൾറെഡി പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൽ തന്നെ പിടിക്കാം. അപ്പൊ ഞാൻ നന്നായി വഴറ്റാൻ പോവാം കേട്ടോ. ഉള്ളി നന്നായി വഴറ്റുക കേട്ടോ. നല്ലൊരു പച്ചമണം പോകുന്നതായിരിക്കും വഴറ്റിക്കൊണ്ടിരിക്കുക. ഉള്ളി വഴറ്റുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഉള്ളിയിൽ കുറച്ച് പിടിക്കും. അതായത് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് മിക്സ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. സോ ഞാൻ ഉപ്പൊന്ന് എടുത്തിട്ട് വരാവേ. ഇതിൻ്റെ കുറച്ച് കല്ലുപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റ് എല്ലാം പാകമായിട്ടതില് നമ്മൾ കിട്ടുന്ന പൊടികൾ വെച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പക്കട് വേണ്ട, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹാൻഡ് കൊണ്ട് പിടിക്കുക. ഇത് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് കല്ലുപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കണം. നന്നായി വേഗം ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് ഫോറിലാക്കിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇന്നത് ഫുൾ ഫ്ലെയിമിലാക്കുക. കരിയുന്നു എന്നുള്ളൊരു അവസ്ഥ വരുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സിമ്മാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ തന്നെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒനിയൻ ഇടുന്ന ടൈമിൽ ഭയങ്കര സ്മെല്ല് കൂടുതലായിട്ട് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മളിത് ഹെൽത്തി ആയിട്ട് എപ്പോഴും സോയാബീൻ ഉണ്ടാക്കാൻ നോക്കും. ഒരുപാട് മസാല സോസ് ഒക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. അത് ഹെൽത്തിന് അത്ര ബെനിഫിറ്റ് അല്ല. അപ്പൊ ബേബി ഫുഡ് പോലെ മാക്സിമം വെക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ റെസിപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ കമന്റ് ബോക്സിൽ. ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കുറച്ച് എണ്ണയൊക്കെ മേപ്പോട്ട് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ കളറാണ് കേട്ടോ. ഇതില് ഉള്ളി മാത്രമേ ഞാൻ ബ്രൗൺ ആക്കത്തുള്ളൂ കേട്ടോ. പിന്നെ തക്കാളിയുടെ വെള്ളം കൂടി ഇതിലോട്ട് ഇറക്കണം, ഉള്ളിയിലോട്ട് ഇറക്കണം കേട്ടോ. ഞങ്ങളിവിടെ ഉള്ളി എന്നല്ല കേട്ടോ, സബോള എന്നാണേ പറയാ. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ. ഇതാ നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നല്ലപോലെ മിക്സ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി തക്കാളിയുടെ വെള്ളം അതിലോട്ട് ഇറങ്ങണം. അതുവരെയും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. നമ്മൾ ഹൈ ആംഗിളിൽ എടുക്കുമ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡ് കിട്ടും കേട്ടോ. അതൊക്കെ ഓൺലൈനിൽ കിട്ടും ഇഷ്ടം പോലെ. അഫോർഡബിൾ റേറ്റിന് കിട്ടുകയാണെങ്കിൽ ബിഗിനേഴ്സിന് നിങ്ങൾ മേടിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഈ സോയാബീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി കുറേ നേരം ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇതിൽ കുറച്ച് നേരം പിടിക്കുന്ന വരെയും ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഞാൻ കുറച്ച് ഹൈ ആക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കുവാണേ. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പി കൂടി കേട്ടോ. എരിവൊക്കെ അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇടാനായിട്ട് നോക്കുക കേട്ടോ. അന്ന് ഞാൻ കാണിച്ച ടൊമാറ്റോ സോസിന്റെ ഒരു സോയാബീൻ റെസിപ്പി ആയിരുന്നു. ഇത് ജസ്റ്റ് ഡാർക്ക് സോസിന്റെ കേട്ടോ കാണിക്കുന്നത്.
ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കൂടുതലോ ആഡ് ചെയ്യുന്നത്. എരിവ് കുറവ് വേണമെന്നുള്ളൊരു കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തോളൂ. പിന്നെ നല്ല പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ട്. മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ആക്കുവാണ്. പിന്നെ എനിക്കൊരു ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു മുട്ടയൊക്കെ കലക്കിയിട്ടൊരു എന്തെങ്കിലും റെസിപ്പി എനിക്ക് വല്യമ്മ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഫിഷ് കഴിയട്ടെ കേട്ടോ. ഞാൻ അടുത്തത് അതാട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നു. ഇതിപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ആദ്യം നന്നായി മിക്സ് ചെയ്യുക. എല്ലാ പൊടികളും പെട്ടെന്ന് പൊട്ടുമ്പോൾ എനിക്ക് തുമ്മൽ വരും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വേണ്ട ആൾക്കാർ ഞാൻ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാം ഒന്ന് ആദ്യം നന്നായി മിക്സ് ആക്കാൻ പോവാ കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ചേർക്കുകയാണ്. അതിന് മുമ്പ് വേണ്ട ഈ മസാലപ്പൊടി ഇടുന്നില്ല, ഒരു വൃത്തിയൊക്കെ ടേസ്റ്റ് വരും. പിന്നെ ജീരകം കുറച്ച് ഒരു നുള്ളാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ചെറിയൊരു പൊടിക്കൈ ആട്ടോ. ഗ്യാസൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ചെറിയൊരു പൊടിക്കൈയാണ്. പിന്നെ ഒരു സാധാ മഞ്ഞപ്പൊടി കടയിൽ നിന്ന് മേടിച്ചതുകൊണ്ട് അതൊരു നുള്ള് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ആട്ടോ ഇടുന്നത്. ഇനി നന്നായി ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇളക്കുക, അല്ലെങ്കിൽ കരിഞ്ഞ സ്മെല്ല് വന്ന് ചുമ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ ഇത് വന്നു മല്ലിപ്പൊടിയുടെ മണം മൂക്കിലോട്ട് അടിക്കാറായിട്ടോ. ശരിയെല്ലാം മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഇതിൽ വാട്ടർ ആഡ് ചെയ്യും. അതായത് കുറച്ച് വെള്ളം ചേർക്കുക കേട്ടോ. ഇത് വെള്ളമൊക്കെ ഇട്ട് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ചൂടാക്കി ഒന്ന് വറ്റാനായിട്ട് വെക്കട്ടോ. എന്നിട്ട് കുറച്ച് ലാസ്റ്റ് മൊമെന്റിൽ നമ്മളിതിൽ ഡാർക്ക് സോസ് ഒഴിക്കും കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് ചെയ്യും. കറി ആവുന്നതിന് മുമ്പ് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ അതേ തൊലിയൊക്കെ ചെത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിക്കാം നമുക്ക് കേട്ടോ. അത് നമ്മൾ അച്ചാറിടുന്നതിനേക്കാളും ഇങ്ങനെ ടേസ്റ്റിൽ കഴിക്കാൻ എന്ത് രസമാണ്. കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടി മിക്സ് ആക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇതിന്റെ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കുന്നത്. അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരം, ചെനച്ച മാങ്ങ കേട്ടോ. മധുരവും പുളിപ്പിന്റെ ഒരു മിക്സ് വരില്ലേ നമ്മൾ ഈ ഗോമാങ്ങയുടെ, അതുപോലെ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സോയാബീൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. ചെറിയൊരു പ്ലേറ്റിൽ എടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. സോ താങ്ക്സ് ടു വിഷ്ണു രാജൻ ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നതിന് കേട്ടോ. അപ്പോൾ മോർണിംഗ് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതേ ഒരു ഈവനിങ് വ്ളോഗുമായിട്ട് ഞാൻ വരാം കേട്ടോ.